ഇപ്പണ്ട് കുറെ വ്യാജ ശൈഖന്മാര് അവരെ കറാമത്ത് പ്രചരിപ്പിക്കാൻ, കറാമത്തല്ലോ അറാമ്പർപ്പാണ്, ചില അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജൻസികളെ നിശ്ചയിച്ചിട്ട് ഇങ്ങനെ സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോകും. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ അവലംബിക്കേണ്ടത് ആലിമീങ്ങളെയാണ്, വിവരമുള്ളവർ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ. ഒരിക്കലും തുല്യമല്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ശരിയായ ആലിമീങ്ങളാണ്. ആലിമീങ്ങളാണ് നമുക്ക് വഴി കാണിച്ചു തരേണ്ടത്. ആലിമീങ്ങളെ അംഗീകരിക്കാത്ത ഒരു വ്യാജ ശൈഖിന്റെയും പിന്നാലെ പോയി നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി ഇങ്ങനെ നടക്കുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. മഹാനവറുകളുടെ ഒരു കറാമത്താണ്, വെള്ളത്തിന്റെ മേലെ കൂടി ഇങ്ങനെ നടക്കും. മഹാനവറുകൾ എന്ത് പറഞ്ഞു അറിയോ? നിങ്ങൾ പള്ളിയിലെ മുഅദ്ദിനോട് ചോദിച്ചാൽ മതി, പള്ളിയിലെ മുക്കരിക്കാനോട് ചോദിച്ചാൽ മതി. അവർ മുക്കരിക്കാനോട് ചോദിച്ചു, മുഅദ്ദിനോട് ചോദിച്ചു. മുക്കരി എന്ന് പറഞ്ഞാൽ നല്ല പേരാട്ടോ. ചിലർക്ക് ധാരണ മുക്കരി തന്നെ മോശം. മുക്കരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോധിക്കുന്ന ആള്. അതുകൊണ്ടാണ് ഇബ്നുൽ മുഖരി എന്ന് വലിയൊരു ഇമാം ഉണ്ടായി. അങ്ങനെ എത്ര ഇമാമിങ്ങളുണ്ട് മുഖരി എന്ന് പേരുള്ളവർ. ബോധിക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, അർത്ഥം തിരിയാൻ ഞാൻ പല സംഗതിയിലും പലരും തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ തെറ്റിദ്ധാരണ പലതും ഉണ്ടാവും. അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പോ മുഖർഖാനോട് ചോദിച്ചാൽ മതി തന്നെ. മുഖർഖാന്റെ അടുത്ത് ചോദിച്ചു, സഹ്ലു തുസ്തരി വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്നു പറഞ്ഞത് ശരിയാണോ? സുബ്ഹാൻ, ചിലർക്കൊരു ധാരണ ഉണ്ട്, ഔലിയാക്കളെ ബഹുമാനിക്കുന്നവര് അവരെ പുകഴ്ത്തി ഇങ്ങനെ പറയണോ, ഉള്ളതോ ഇല്ലാത്തതോ നോക്കണ്ടയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. സുബ്ഹാൻ, ഒരു സത്യവും ഇല്ലാത്ത ചില പ്രചരണങ്ങൾ, ബഡായികൾ ചിലരിങ്ങനെ അഴിച്ചുവിടും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സുന്നികളെ സംശയത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും. തെളിവ് ചോദിച്ചാൽ ഒരു തെളിവുണ്ടാവില്ല. അങ്ങനെ പറയാൻ പാടില്ല. സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്ന കറാമത്ത് ഉള്ള ആളാണ്. പക്ഷേ ഈ മുക്കരിക്കാക്ക് അത് അറിയില്ല. മുക്കരിക്ക് എന്ത് പറഞ്ഞു അറിയോ? അതെനിക്കറിയില്ല. ഞാൻ അറിഞ്ഞൊരു സംഗതിയാണ് ഞാൻ പറയാം. അതെന്താണ്? ഈ സഹ്ലു തുസ്തരി ഒരു ദിവസം കുളത്തിൽ വീണു. അപ്പൊ ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞാൻ പിടിച്ച് രക്ഷപ്പെടുത്തി. നീന്തറിയില്ലായിരുന്നു, ഞാൻ രക്ഷപ്പെടുത്തി. ഞാനില്ലെങ്കിലും മുപ്പിന് ബാക്കിയാവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അന്ന് ചിലപ്പോ കറാമത്ത് മഹാനവറുകൾക്ക് ഉണ്ടായിക്കൊള്ളൂല്ല, പിന്നെയായിരിക്കും കറാമത്ത് വന്നത്. പക്ഷേ ഈ ഒരു വിവരം മുഖരിക്കാന്റെ അടുത്ത് ഉണ്ട് എന്നത് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് മൂപ്പരെടുത്താ പറഞ്ഞത്, നിങ്ങൾ മുഖരിക്കാനോട് ചോദിച്ചാൽ മതി. കാരണം മുഖരിക്കാന്റെ അടുത്ത് ചോദിച്ചാൽ ഈ ചരിത്രം കിട്ടുക. ഞാനറിയില്ല കറാമത്തുള്ള ആളാണെന്ന് ആള് വിചാരിക്കണ്ട, ആരും അറിയണ്ട എന്ന ചിന്തയാണ് സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിന്. മഹാന്മാർ അങ്ങനെയാണ്. അവരിങ്ങനെ അവരെ ബഹുമാനം പാടി പറയാൻ വേണ്ടി കുറെ ഏജൻസികൾ നിശ്ചയിക്കുന്ന പരിപാടി മഹാന്മാർക്ക് ഉണ്ടാവില്ല. അതേ സമയത്ത് അവർ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം അവരുടെ ബഹുമാനങ്ങൾ പിൻഗാമികൾ പറയും. ജീവിതകാലത്ത് പൂർണ്ണമായ തെളിവ് കിട്ടിയത് പറയും, തെളിവ് കിട്ടാത്തത് പറയാൻ പറ്റൂല. കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ കളവായി പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുണ്ട്, ഒരാള് രണ്ടാള് പറഞ്ഞു, രണ്ടാൾ അനുഭവിച്ചു. ഏത് രണ്ടാള്? പേരൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകാനും പാടില്ല. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. ആ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, സമയമില്ല ഇപ്പൊ പറയാൻ. ഭരണാധികാരിക്ക് സുഖമില്ല, എല്ലാ ചികിത്സയും ചെയ്തിട്ട് മാറുന്നില്ല. ആരോ പറഞ്ഞു ദുആക്കുത്തരമുള്ള ഒരാളെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കണം. അവ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ പേരാരോ പറഞ്ഞു, കൊണ്ടുവന്നു. ഭരണാധികാരി ദ്വാരക്കാൻ പറഞ്ഞു. ഇപ്പൊ ഭരണാധികാരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറിട്ട് കാര്യമില്ല. അതെന്തേ? നിങ്ങൾ കുറെ നിരപരാധികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറിട്ട് എവിടെ നിന്ന് ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടൂല. അപ്പൊ ആ ഭരണാധികാരി എല്ലാരെയും മോചിപ്പിച്ചു, ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അതിനുശേഷം കൈ ഉയർത്തി ഒരൊറ്റ ദുആ, അല്ലാഹുവേ കമാ അറൈതഹു ദില്ല മഅസിയതിക, നിന്നോട് തെറ്റ് ചെയ്തതിന്റെ നിന്യത നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതുപോലെ നിന്നെ അനുസരിച്ചാലുള്ള ഇസ്സത്തും കാണിച്ചു കൊടുക്കണം അല്ലാഹ്.
കമാ അൽബസ്ത ബാത്നഹു ലിബാസ തൗബതി, തൗബയുടെ ഡ്രസ് ധരിപ്പിച്ചില്ലേ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവമായ മനസ്സിന് തൗബ കൊടുത്തില്ലേ, അതുപോലെ വൽബിസ് ളാഹിറഹു ബിലിബാസിൽ ആഫിയ, ശരീരത്തിന് ആരോഗ്യം കൊടുത്ത് നീ ഒന്ന് ആരോഗ്യം ധരിപ്പിക്കണേ, ആരോഗ്യം കൊടുക്കണേ. തീരുമ്പോൾ ആ ഭരണാധികാരി ഒരു രോഗവുമില്ലാതെ എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്, കറാമത്ത് കൊണ്ട് രോഗം മാറും, ദുആ കൊണ്ട് രോഗം മാറും. അതൊക്കെ വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എഴുന്നേറ്റ് നിന്നു, വലിയ സമ്മാനം കൊടുത്തു. സമ്മാനം വാങ്ങിയില്ല. തിരിച്ചു പോരുമ്പോ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ കടം വീട്ടിക്കൂടെ, സ്വീകരിച്ചുകൂടെ? അപ്പോഴാണ് നോക്കടോ മൈതാനികളെ നോക്കാൻ പറഞ്ഞു. അവിടെ നിറയെ സ്വർണമാണ്, വില പിടിച്ച വസ്തുക്കളാണ്. മോനെ, അല്ലാഹു തആല ഒരാളുടെ കൂടെ ഈ വിധത്തിലുണ്ടെങ്കിൽ അല്ലാഹ് ഒരാളെ കൂടെ ഉണ്ടാവുക എന്ന് മഹാന്മാര് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായമുണ്ടെന്നല്ലേ. അല്ലാഹ് ഒരാളെ കൂടെ ഈ വിധത്തിൽ ഉണ്ടെങ്കിൽ അതേ എന്നുടേവൻ തന്റേകൽ ആകുന്നേ ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. ഈ വലിയ മഖാമിനെ എത്തിച്ചിട്ടുള്ള ആളാകുമ്പോ പിന്നെ വേറെ ഒരാളുടെ ഒരാളുടെ ഔദാര്യം വേണോ മോനെ? അത്ര വലിയ മഹാനായ സഹ്ലു തുസ്തരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വന്നിട്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എനിക്ക് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. അത് നിങ്ങൾ സാധിക്കുന്ന കാര്യമാണെങ്കിൽ എനിക്ക് നിർവഹിച്ചു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മടക്കൂല. ഉടനെ തന്നെ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആ നാവൊന്ന് എനിക്ക് നീട്ടിത്തരണം, എനിക്ക് ആ ചുണ്ടും നാവും ഒന്ന് ചുംബിക്കണം. എന്തേ? നിങ്ങളുടെ നാവ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ദർസ് നടത്തുന്ന നാവല്ലേ, ഹദീസ് പറയുന്ന നാവല്ലേ, ഇൽമു പറയുന്ന നാവല്ലേ. അതുകൊണ്ട് നിങ്ങളെ നാവും ചുണ്ടും എനിക്കൊന്ന് ചുംബിക്കാൻ തരണം. നേരത്തെ വാക്ക് പറഞ്ഞതാണ്, സാധിക്കുന്നതാണെങ്കിൽ ചെയ്തു തരുമെന്ന് വാക്ക് പറഞ്ഞതാണ്. വാക്ക് ലംഘിക്കുക എന്നത് മുസ്ലിമിന് പറ്റൂലല്ലോ. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നീട്ടിക്കൊടുക്കുകയാണ്, ചുംബിക്കാൻ നീട്ടിക്കൊടുക്കുകയാണ്. ആദരവാണ് സുഹൃത്തുക്കളെ. അപ്പൊ ആദരവ് മഹാന്മാരായ പണ്ഡിതന്മാരെ, ഇൽമു പറയുന്നവരെ, ഇൽമു പഠിപ്പിക്കുന്നവരെ ആദരിക്കുക എന്നത് അത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് വിരോധമുള്ള കാര്യമല്ല. അവരുടെ വഫാത്തിന് ശേഷവും അവർക്ക് ആദരവുണ്ട്.